ഹായ് നമസ്കാരം. വോയിസ് ഓഫ് മുജീബിലേക്ക് ഏവർക്കും സ്വാഗതം. അയർലൻഡുമായിട്ടുള്ള ഇന്ത്യയുടെ T20 മത്സരം വരാനിരിക്കുന്നു. ജൂൺ 26, ജൂൺ 28 തീയതികളിലാണ് T20 മത്സരങ്ങൾ അയർലൻഡിൽ ഇന്ത്യക്ക് കളിക്കാനുള്ളത്. 15 അംഗ സ്ക്വാഡിനെ മുന്നേ പ്രഖ്യാപിച്ചതാണ്. ശേഷം പല മാറ്റങ്ങളും സ്ക്വാഡിൽ വന്നുപോയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ അവസാനം വന്നൊരു മാറ്റം, നിതീഷ് കുമാർ റെഡ്ഡി പരിക്ക് മൂലം പുറത്തായിരുന്നു. തീർച്ചയായിട്ടും വരാൻ പോകുന്ന അയർലൻഡ് പരമ്പരയിൽ പങ്കെടുക്കാൻ യാതൊരു കാരണവശാലും കഴിയാത്ത വിധത്തിലുള്ള പരിക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിതീഷ് കുമാർ റെഡ്ഡിക്ക് ഒരു പകരക്കാരനെ കണ്ടെത്താൻ നിർബന്ധിതരാകുന്നു. സൂര്യാൻഷ് ഷഡ്ഗെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ, ശ്രീലങ്ക പങ്കെടുത്ത 7 ടീമുകളുടെ മത്സരത്തിൽ മികവുറ്റ ഓൾറൗണ്ട് പ്രകടനം കാഴ്ചവെച്ച കളിക്കാരനാണ് സൂര്യാൻഷ് ഷഡ്ഗെ. അതുകൊണ്ട് തന്നെ മറ്റൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. മാത്രമല്ല, ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്ന, നിലവിൽ അയർലൻഡുമായിട്ടുള്ള മത്സരത്തിൻ്റെ വൈസ് ക്യാപ്റ്റൻ കൂടിയായ തിലക് വർമ്മയുടെ സപ്പോർട്ട് കൂടിയായപ്പോൾ യാതൊരു പ്രയാസങ്ങളുമില്ലാതെ അയർലൻഡിനെതിരെയുള്ള മത്സരത്തിലേക്ക് പുതുമുഖ താരമായി സൂര്യാൻഷ് ഷഡ്ഗെ ടീമിൽ ഇടം നേടുകയാണ്. നിലവിൽ ഇന്ത്യക്ക് വേണ്ടി ആര് ഓപ്പൺ ചെയ്യും എന്നതിലാണ് എല്ലാവരുടെയും ആകാംക്ഷയും ആശങ്കയും ഇപ്പോൾ നിലനിൽക്കുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും വൈഭവ് സൂര്യവംശിയും, ഇവർ 3 പേരും ടീമിൽ ഇടം നേടുമ്പോൾ ഈ 3 പേരിൽ നിന്ന് ആരെ മാറ്റി നിർത്തും എന്നുള്ളതാണ് ഇന്ത്യൻ ടീമിനെ ആശയക്കുഴപ്പത്തിലാക്കുന്നത്. സൂര്യവംശിയാണെങ്കിൽ പീക്ക് ഫോമിലാണ്, യാതൊരു രക്ഷയുമില്ലാത്ത അവസാനം ശ്രീലങ്കയ്ക്കെതിരെയുള്ള ടീമുകളുടെ മത്സരത്തിൽ ഫൈനലിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ചാണ് നിർത്തിയിട്ടുള്ളത്. ഇനി തുടക്കം അയർലൻഡിനെതിരെയാണ് സീനിയർ ടീമിൽ. അതുകൊണ്ട് തന്നെ സൂര്യവംശിയെ മാറ്റി നിർത്തപ്പെടുമെന്ന് കരുതുന്നില്ല. ഓപ്പണിങ്ങിൽ ഒരറ്റത്ത് സൂര്യവംശി ഉണ്ടാകും. അപ്പോൾ അഭിഷേക് ശർമ്മയെ മാറ്റി നിർത്താൻ കഴിയുമോ? സഞ്ജു സാംസനെ മാറ്റി നിർത്താൻ സാധ്യമാകുമോ? ലോകകപ്പിലെ ഹീറോ പ്രകടനം കാഴ്ചവെച്ച് T20 ഓപ്പണിംഗ് സ്ഥാനം ഉറപ്പിച്ചു നിൽക്കുന്ന സഞ്ജു സാംസനെ മാറ്റി നിർത്താൻ ഇന്ത്യൻ മാനേജ്മെൻറ്റിന് സാധ്യമാണോ? അവിടെയാണ് ചർച്ചകൾ നടക്കുന്നത്. സാധ്യതകൾ ഇങ്ങനെയാണ് വരുന്നത്. 2 ഇടങ്കയ്യൻ ഓപ്പണർമാരെ വെച്ച് പരീക്ഷിക്കുക എന്നത് വേൾഡ് കപ്പിൽ പരാജയപ്പെട്ടതാണ്. അങ്ങനെ പരാജയപ്പെട്ടത് കൊണ്ടാണ് അവസാന നിമിഷത്തിൽ സഞ്ജുവിനെ ഓപ്പണിങ്ങിലേക്ക് കൊണ്ടുവരേണ്ടി വന്നതും സഞ്ജുവിലൂടെ ഇന്ത്യ കപ്പടിച്ചതും. റൈറ്റ് ലെഫ്റ്റ് ഓപ്പണിംഗ് ജോഡി തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. അങ്ങനെ വരുമ്പോൾ ഒരു ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർ മാറി നിൽക്കേണ്ടി വരും ഓപ്പണിങ്ങിൽ നിന്ന്. അത് അഭിഷേക് ശർമ്മയോ സൂര്യവംശിയോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ആ ഒരു സാഹചര്യത്തിൽ നിലവിലെ ഫോം വെച്ച് പരിഗണിക്കുമ്പോൾ അഭിഷേക് ശർമ്മയേക്കാൾ കൂടുതൽ പരിഗണന കിട്ടാൻ പോകുന്നത് വൈഭവ് സൂര്യവംശിക്ക് തന്നെയായിരിക്കും. ഇനി അതല്ല, ഓപ്പണിങ്ങിൽ വൈഭവ് സൂര്യവംശിയെയും അഭിഷേക് ശർമ്മയെയും കൊണ്ടുവന്ന് സഞ്ജുവിനെ പിന്നെ ഏത് പൊസിഷനിലും പരീക്ഷിക്കാൻ കഴിയുന്ന താരമാണെന്ന് കണക്കിലെടുത്തുകൊണ്ട് മധ്യനിരയിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. പക്ഷേ അങ്ങനെ വന്നാലും അവിടെയും പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. കാരണം ക്യാപ്റ്റൻ മധ്യനിരയിലുണ്ടാവും, തിലക് വർമ്മ വൈസ് ക്യാപ്റ്റൻ ആയിട്ടുണ്ട്, ഇഷാൻ കിഷൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ ആയിട്ടുണ്ട്. ഇവരെല്ലാം പിറകെ ബാറ്റിങ്ങിന് ഇറങ്ങാനുണ്ടെന്നിരിക്കെ അവിടെയും സഞ്ജു സാംസനെ പിറകോട്ട് കൊണ്ടുവരാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഓപ്പണിങ്ങിൽ റൈറ്റ് ലെഫ്റ്റ് ജോഡി തന്നെയായിരിക്കും നിലനിർത്തപ്പെടുക എന്ന് തന്നെയാണ് ഏറെക്കുറെ കരുതപ്പെടുന്നത്. നിലവിൽ 2 വിക്കറ്റ് കീപ്പർമാരാണുള്ളത്. ഒന്ന് ഇഷാൻ കിഷനും മറ്റൊന്ന് സഞ്ജു സാംസണും. ഇരുവരും ഒരുമിച്ച് 11-ൽ ഉണ്ടാവാൻ തന്നെയാണ് ഏറെയും സാധ്യത. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അഭിഷേക് ശർമ്മയെ ഒരുപക്ഷെ 11-ൽ ഉൾപ്പെടുത്താതെ മാറ്റി നിർത്തേണ്ടി വരും. പല ചർച്ചകളും നടക്കുന്നുണ്ടെങ്കിലും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം, സഞ്ജു സാംസനെ അങ്ങനെ പെട്ടെന്ന് ഓപ്പണിങ്ങിൽ നിന്ന് പിടിച്ച് മാറ്റി നിർത്തപ്പെടാൻ സാധ്യമല്ല. കാരണം നിലവിൽ സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിന് വേണ്ടി നേടിത്തന്നിരിക്കുന്നത് ഏതെങ്കിലും ഒരു ചാമ്പ്യൻഷിപ്പ് അല്ല, വേൾഡ് കപ്പാണ്. അതിൻ്റെ ഒരു പരിഗണന സഞ്ജു സാംസന് കിട്ടിയേ മതിയാവൂ. അതുകൊണ്ട് തന്നെ ഓപ്പണിങ്ങിൽ സഞ്ജു സാംസൺ, വൈഭവ് സൂര്യവംശി വരും എന്ന് തന്നെയാണ്. ആ പ്രതീക്ഷക്കത്തുള്ള ഒരു 11 തന്നെ അയർലൻഡിനെതിരെയുള്ള മത്സരത്തിന് ഇറങ്ങട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.